ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്നൊരു അടിപൊളി കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനും ഇടയ്ക്കൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ അവരൊക്കെ നമുക്ക് വന്നിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ്. നല്ലൊരു കിടക്കാച്ചൊരു ടിപ്പാണ്. മുഖം നന്നായിട്ട് കിളുക്കാനും തുടുക്കാനും ഒക്കെ ഇത് സൂപ്പറാണ്. മുഖത്തുള്ള പാടുകളും കറുപ്പും ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. ഈ മുഖക്കുരുവൊക്കെ വന്ന് പോകുമ്പോൾ ഒരു കറുപ്പൊക്കെ കാണുമല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. നല്ല ബ്രൈറ്റ് ആവും മുഖം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണേ. നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മുടെ ബ്രൂ കോഫി പൗഡർ ഉണ്ടല്ലോ, അതുമാതിരി സുപ്പ് വറുത്തുകൊണ്ട് വന്നേക്കുകയാണ് കണ്ടോ. ഇതും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടി. ഇതിൻ്റെ കൂടെ നമുക്ക് 2 കൂട്ടം സാധനങ്ങളും കൂടെ മാത്രം മതി കേട്ടോ. ഒരു കുഞ്ഞൊരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതുമാതിരി തന്നെ വറുത്തെടുക്കണം. കരിച്ചളയരുത് കേട്ടോ. കരിച്ച അതിന് ഗുണം പോവും. ബ്രൂവിൻ്റെ കോഫി പൗഡർ മാതിരി തന്നെ നമ്മളിത് വറുത്തെടുക്കണം. നല്ല മണമുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര്, കുരുവൊക്കെ വീഴും കേട്ടോ, അതൊക്കെ പറക്കി കളഞ്ഞാൽ മതി. കുറച്ച് തൈര് കൂട്ടനെയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. നല്ല കട്ടത്തൈര് കുറേശ്ശെ നമ്മൾ എടുക്കുക കേട്ടോ. ഒത്തിരി ഒഴിച്ചങ്ങ് കളയരുത്. മിക്സിങ് കറക്റ്റായി കിട്ടാൻ നന്നായിട്ട് ചാലിക്കും. ഇന്ന് സ്പൂൺ എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ. നമ്മുടെ കൈ വെച്ചാൽ നമുക്കൊന്ന് ചെയ്യും. ഇച്ചിരി കൂടെ വേണം കേട്ടോ. തൈര് സൂപ്പറാണ് കേട്ടോ. ഈ പായ്ക്ക് ഇട്ടിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരെ തീർച്ചയായിട്ടും ഇട്ട് നോക്കണം കേട്ടോ. നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ പൊന്നു സാറേ, മുഖം തിളങ്ങാനും വെളുക്കാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. വരുന്നത് ഭയങ്കര വെള്ളം വരുന്നത് കേട്ടോ. ഈ തൈരും നാരങ്ങയുടെയൊക്കെ ഇതായതുകൊണ്ടേ മഞ്ഞ കളറങ്ങ് മാറി നമുക്കിത് ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. നമ്മൾ ചാലിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചൂടൊക്കെ ഇലയിത്താണ് ഇച്ചിരി കൂടെ തൈര് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. തണുപ്പൊക്കെ ഇലയൊന്നും നമ്മുടെ മുഖമൊക്കെ ഒന്ന് തണുക്കട്ടെ. ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരുന്ന ഇതാണ്. ഫ്രിഡ്ജിനകത്തിരുന്ന തൈര് തന്നെയാണ്. നമുക്കിത് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇരിക്കാം. ഈ നമ്മൾ മഞ്ഞൾപ്പൊടി വറുത്തെടുക്കുമ്പോൾ ഒത്തിരി കരിയരുത് കേട്ടോ. ഒത്തിരി കരിഞ്ഞു പോയാൽ അതിൻ്റെ ഇതങ്ങ് പോകും കേട്ടോ. ഒത്തിരി കരിച്ച് മുരിച്ച് കളയരുത്. നമ്മൾ തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാം. നന്നായിട്ട് വെയിലടിക്കുന്നേ നമ്മുടെ ഇവിടുന്ന്, അതുകൊണ്ടാണ് തോന്നുന്നു പുകമറ പോലൊക്കെ. വീഡിയോ ഇടുമ്പോഴേ അറിയത്തുള്ളൂ. നല്ല വെയിലുണ്ട് തെക്കോന്ന് ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കുക കേട്ടോ. നമ്മൾ സൂക്ഷിച്ച ഇനി വെളുത്തില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇരിക്കുന്ന മഞ്ഞൾപ്പൊടി തട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. വല്ലപ്പോഴുമൊക്കെ ചെയ്യുക. ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ നിങ്ങളിത് ചെയ്യുക കേട്ടോ. നന്നായിട്ട് കളറൊക്കെ വയ്ക്കും. മുഖമൊക്കെ നന്നായിട്ട് വെളുത്ത് തുടുക്കും. പരാതി പറഞ്ഞേക്കരുത് ആരും. നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് ഇത് പിടിപ്പിക്കുക കേട്ടോ. സൂര്യപ്രകാശം അവിടെ നിന്ന് വരുന്നത് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിയോ എന്നൊന്നും എനിക്ക് കാണാൻ വയ്യ. എൻ്റെ കൂട്ടുകാരെ, എന്തൊരു ചൂട് വന്നപ്പോൾ എന്തൊരു വെയിലും ചൂട് കേട്ടോ.
അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് വെച്ചേക്കാം. 15 മിനിറ്റ് നമുക്കിത് വയ്ക്കാം. നിങ്ങൾ കഴിവതും ഈ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ ആ മഞ്ഞൾ എടുക്കാതിരിക്കുക കേട്ടോ. കവറിൽ മഞ്ഞൾ എടുക്കാതിരിക്കുക. വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അത് മാത്രം എടുക്കാൻ നോക്കുക കേട്ടോ. അതും കൊണ്ട് ഞാൻ ഒരു ടിപ്പ് പോലും ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കവറിനകത്തുനിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി എടുത്തൊന്നും ചെയ്യാറില്ല. നമുക്കിങ്ങനെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ കിട്ടുമല്ലോ. അതാണ് നമ്മളൊക്കെ ഇവിടെ വാങ്ങിക്കുന്നത് കേട്ടോ. മറ്റേതും കൊണ്ട് ഒരു പരിവ് എന്താ ചോദിക്കുക, എല്ലാവരും കഴിക്കുന്നു ഗത്യന്തരമില്ലാതെ എല്ലാവരും കഴിക്കുന്നു കേട്ടോ. ബ്യൂട്ടി ടിപ്പിനൊന്നും മുഖത്തൊന്നും വാരി പരട്ടി കളയരുത്. ഓക്കെ, നോക്കിയതാട്ടോ എല്ലായിടത്തും പറ്റിയെന്ന്. വെയിലടിക്കുന്ന കൂട്ടുകാർ, വെയിലടിക്കുന്ന. അപ്പോഴും നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് നമുക്ക് കഴിയിട്ടൊക്കെ സൂപ്പ് വരാം കേട്ടോ. ഓക്കെ, ഇതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴുകി 15 മിനിറ്റ് നേരം ഇരുന്നു കേട്ടോ. നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇടുന്തോറും വെളുക്കുന്ന പായ്ക്കാണിത് കേട്ടോ. സൂപ്പർ കിടുക്കാച്ചി. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയാണ്. മഞ്ഞൾ കരിച്ച് ഇങ്ങനെ ഇട്ടോളൂ, ഇങ്ങനെ ഇട്ടോളൂ കേട്ടോ. സൂപ്പറാണേ. ആഴ്ചയിലൊരു 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇടാവുന്ന നല്ലൊരു അടിപൊളി കിടക്കാച്ചൊരു പായ്ക്കാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ 15 മിനിറ്റ് ഇരുന്നു. ഒത്തിരി സമയമൊന്നും ഞാൻ ഇരുന്നില്ല. അപ്പം നിങ്ങളും ചെയ്ത് നോക്കൂ. സൂപ്പറാണ് കേട്ടോ. നല്ല കളറൊക്കെ കിട്ടുന്നുണ്ട് മുഖത്ത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ മഞ്ഞൾ തേച്ചാൽ നല്ല കളർ കിട്ടത്തില്ല നമ്മുടെ മുഖത്ത്. അപ്പോൾ കരിച്ചും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലേറെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. എങ്കിലും ഇരിക്കില്ലല്ലോ, നല്ലോണം തുടച്ചുകൊണ്ടൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല ടിപ്പുകൾ, ഇതേപോലെയുള്ള വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.